ബിഗ് ബോസിനകത്ത് ആ മണി വീക്ക് ടാസ്ക് നടക്കുന്നതിനിടയിൽ സ്റ്റോർ റൂമിൽ നിന്ന് നമ്മുടെ നിവിൻ ഒരു 10,000 രൂപയുടെ ചെക്ക് കിട്ടുന്നുണ്ട്. സ്റ്റോർ റൂമിൽ ഇഷ്ടംപോലെ സാധനങ്ങൾ വരുന്നുണ്ട്. കുറേ കാര്യങ്ങൾ അവിടെ വരുമ്പോൾ കറക്റ്റിന് നിവിൻ ആ ഒരു ഡപ്പയ്ക്കകത്താണ് ഈ 10,000ത്തിന് ചെക്ക് കിടന്നത്. കറക്റ്റിന് നിവിൻ ചെന്ന് നോക്കുന്നത് ആ ചെക്കിലേക്കാണ്, ആ പാട്ടയിലേക്കാണ്. ഇതെങ്ങനെ സാധിച്ചു? ഇത്രയും സാധനങ്ങൾ ആ വീട്ടിൽ വന്ന് നിന്നിട്ട് നിവിന് ഇഷ്ടപ്പെട്ട ഫുഡ് ഐറ്റം എല്ലാം അവിടെ വന്ന് നിൽപ്പുണ്ട്. ഫ്രൂട്ട്സുകൾ വന്നിരിപ്പുണ്ട്. അവിടേക്കൊന്നും പോകാത്ത നിവിൻ നേരെ ചെന്ന് തുറക്കുന്നത് ആ ഒരു ചെറിയ ഡപ്പയുണ്ട്. ആ ഡപ്പയ്ക്കുള്ളില് ആ ഡപ്പയൊന്ന് കറക്റ്റ് നോക്കി ആ ഡപ്പയുടെ സമീപത്ത് കുറെ സാധനങ്ങൾ ഇരിക്കുന്നുണ്ട്. എന്നാൽ നിവിൻ അതിനകത്തൊന്നും തൊടുക പോലും ചെയ്യാതെ നേരെ ചെന്ന് ആ ഡപ്പയിലാണ് തുറക്കുന്നത്. അത് കറക്റ്റിന് അതെങ്ങനെ മനസ്സിലായി? നിവിന് കറക്റ്റിന് ആ ഡപ്പയിൽ നിന്ന് പൈസ എടുത്ത് അല്ല ചെക്ക് എടുക്കുന്നു. അതോടെ നിവിൻ ഓടിപ്പോകുന്നു. അത് കൊണ്ടുവന്ന് വേറെടുത്ത് കൊണ്ടുവന്ന് ഒളിച്ചു വെക്കുന്നു. തൊട്ട് പിന്നാലെ നമ്മുടെ നൂറ എത്തുന്നു. നൂറ അത് ചോദിച്ചിട്ട് എടുക്കുന്നു. അങ്ങനെ പിന്നീട് നമ്മുടെ ബിഗ് ബോസ് ചോദിക്കുന്നു നിവിനോട്, ആ പൈസ ആർക്ക് കൊടുക്കാനാ താല്പര്യം എന്ന് ചോദിക്കുന്നു. അപ്പൊ നിവിൻ പറയുന്നു അത് അക്ബറിന് കൊടുക്കാനാ താല്പര്യം എന്ന് പറയുന്നുണ്ട്. പിന്നീട് ബിഗ് ബോസ് പറയുന്നത് നമ്മുടെ വിന്നറിന്റെ തുകയിൽ നിന്നാണ് കുറയ്ക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നിവിൻ കറക്റ്റിന് ഇത്രയും സാധനങ്ങൾക്കിടയിൽ ആ പെട്ടിയിൽ അല്ലെങ്കിൽ ആ ചെറിയ ഒരു ഡപ്പയുണ്ട്. ആ ഡപ്പ എങ്ങനെ വന്ന് തുറന്നു? നിവിൻ എങ്ങനെ അറിയാം ആ കറക്റ്റിന് അതിനകത്ത് തന്നെ പൈസ ഉണ്ടെന്ന്? വേറെ ഒരു സാധനത്തിനകത്ത് നിവിൻ തൊടുന്നില്ല. ഒരു സാധനം ഒന്നോ രണ്ടോ സാധനം മാത്രമല്ല, ആ ഷോറൂം നിറയെ സാധനങ്ങളാണ് വന്നത്. കറക്റ്റിന് എങ്ങനെയാ നിവിന് ആ ഒരു ഡപ്പ തന്നെ ചെന്നെടുക്കുന്നു. ആ ഡപ്പയ്ക്കകത്ത് 10,000 രൂപയുടെ ഒരു ചെക്കും ഇരിക്കുന്നു. അതെങ്ങനെ?